ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു MinuzWorld. എല്ലാവർക്കും ഒരിക്കൽ കൂടി MinuzWorldലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നാടൻ പരിപ്പ് വട. ഇതിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ്. എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്യുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇതൊരു 4 മണി പലഹാരം തന്നെയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്, ക്രിസ്പിയാണ്. കൂടാതെ തന്നെ വലിയവർക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് നമ്മുടെ നാടൻ പരിപ്പ് വട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇൻഗ്രീഡിയൻസ്: പരിപ്പ്, പെരിഞ്ചീരകം, കറിവേപ്പില, ഉണക്കമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി പേസ്റ്റ്, കായം, എണ്ണ, ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് പരിപ്പൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് 2 ടീസ്പൂൺ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള പരിപ്പ് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നല്ലോണം അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഉണക്കമുളക്, ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ പേസ്റ്റും കൂടി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള പരിപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു കായപ്പൊടിയും ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതാ ഇതുപോലെ. ഇനി ഒരു പാത്രത്തിലോട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നായിട്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അധികം സമയമൊന്നും എടുക്കില്ല. പരിപ്പ് നേരത്തെ ഒരു 4 മണിക്കൂർ മുന്നേ കുതിർത്ത് വെക്കണം എന്നത് മാത്രമേ ഉള്ളൂ. ഇതാ ഇപ്പോൾ നമ്മുടെ നല്ല മൊരിഞ്ഞ പരിപ്പോടെ റെഡി ആയിട്ടുണ്ട്. ഇത് വൈകുന്നേരത്ത് നല്ല കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് വല്ലാത്തൊരു നൊസ്റ്റാൾജിയ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നിരീക്ഷണം ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് MinuzWorld. അസ്സലാമു അലൈക്കും.